വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഒരു ഇന്ത്യൻ നടൻ, നിർമ്മാതാവ്, വിതരണക്കാരൻ, പിന്നണി ഗായകൻ, അവതാരകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഇതുവരെയുള്ള ജീവചരിത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ചാനലിൽ സിനിമകളുടെ റിവ്യൂ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ സിനിമാ സംബന്ധമായ ഇത്തരം വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ലാലേട്ടനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പോലെ ഒരു ഷെയർ ബട്ടൺ വീഡിയോയ്ക്ക് താഴെയായിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലും ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ലാലേട്ടന് റോഷൻലാൽ എന്നാണ് പേരിടാൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ ആ തീരുമാനം മാറ്റി മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്ന് പേരിട്ടു. പിതാവ് വിശ്വനാഥൻ നായർ അഭിഭാഷകനും നിയമ സെക്രട്ടറിയുമായിരുന്നു. മാതാവ് ശാന്തകുമാരി. അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പ്യാരേലാൽ എന്നാണ് പേര്. കിളിക്കൊഞ്ചൽ എന്നൊരു സിനിമയിൽ ലാലേട്ടനോടൊപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2000-ൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. തമിഴ് ഫിലിം പ്രൊഡ്യൂസറായ കെ ബാലാജിയുടെയും ആനന്ദവല്ലിയുടെയും മകളായ സുചിത്രയാണ് മോഹൻലാലിന്റെ ഭാര്യ. മോഹൻലാൽ സുചിത്ര ദമ്പതികളുടെ മക്കൾ പ്രണവ് മോഹൻലാൽ, അനുജത്തി വിസ്മയ മോഹൻലാൽ. ഇവർ രണ്ടുപേരും ഫിലിം ആക്ടേഴ്സ് ആണ്. പ്രണവിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. അനുജത്തി വിസ്മയ ബറോസ് എന്ന മോഹൻലാലിന്റെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. വിസ്മയ അഭിനയിക്കുന്ന തുടക്കം മൂവിക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്നു. 1960 മെയ് 21 പത്തനംതിട്ടയിലെ യലവന്തൂർ ദേശത്താണ് ലാലേട്ടൻ ജനിച്ചത്. പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന സ്ഥലത്തേക്ക് അവർ താമസം മാറി. പിന്നെ അവിടെയുള്ള ALP സ്കൂളിൽ മോഹൻലാൽ പഠനം ആരംഭിച്ചു. പിന്നീട് തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറി. അവിടെ വെച്ച് 1972-ൽ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. 90 വയസ്സുള്ള ഒരാളുടെ വേഷമാണ് അദ്ദേഹം ചെയ്തത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം 10ാം ക്ലാസ് വിദ്യാർത്ഥികളോട് മത്സരിച്ചാണ് ഈ നാടകത്തിൽ അഭിനയിച്ചത്. ആ അഭിനയത്തിന്റെ ഫലമായി സ്കൂളിലെ മികച്ച നടനായി ലാലേട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സ്കൂളിന്റെ ജഡ്ജ്മെന്റ് ഒരിക്കലും തെറ്റിയിട്ടില്ല എന്ന് പിന്നീട് കാലം തെളിയിച്ചു. ആ മികച്ച നടന്റെ അതുല്യ നടന വിസ്മയം നമ്മൾ ഇപ്പോഴും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. 1978-ൽ മണിയൻപിള്ള രാജു, പ്രിയദർശൻ പോലുള്ള കുറച്ച് ലാലേട്ടന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സിനിമ നിർമ്മിച്ചു. അതിൽ ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചു. ഒരു കോമഡി വേഷമാണ് ചെയ്തത്. ആ സിനിമയുടെ പേര് തിരനോട്ടം എന്നായിരുന്നു. പക്ഷേ ആ സിനിമ സെൻസറിങ് പ്രശ്നങ്ങൾ കാരണം അപ്പോൾ റിലീസ് ചെയ്തില്ല. അതിനായിട്ട് 25 വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. 1980-ൽ ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ ലാലേട്ടൻ നരേന്ദ്രൻ എന്ന ഒരു സാഡിസ്റ്റ് യുവാവിൻ്റെ വേഷം ചെയ്യുകയുണ്ടായി. അതൊരു നെഗറ്റീവ് റോളായിരുന്നു. എങ്കിലും അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ സിനിമ വൻ ഹിറ്റായിരുന്നു. അതിനുശേഷം 1983 വരെ 25ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മിക്ക വേഷങ്ങളും നെഗറ്റീവ് റോളുകളായിരുന്നു. അവയിൽ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്, ശ്രീകൃഷ്ണ പരുന്ത്, ആട്ടക്കലശം, കളിയിലൽപ്പം കാര്യം, ഉണരു, വിസ, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു തുടങ്ങിയ സിനിമകളുടെ അഭിനയം അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ തന്നെ മാറ്റിമറിച്ചു. 1984-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സിനിമയിൽ ലാലേട്ടൻ കോമഡി വേഷം ചെയ്തു. അതിൽ തുടങ്ങി 2016 വരെ പ്രിയദർശൻ ലാലേട്ടൻ കൂട്ടുകെട്ടിൽ 44ഓളം സിനിമകൾ പുറത്തിറങ്ങി. 1986-ൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത TP ബാലഗോപാലൻ MA എന്ന സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചതിന് ആദ്യത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലാലേട്ടന് ലഭിച്ചു. ആ വർഷം തന്നെ പുറത്തിറങ്ങിയ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഹീറോയിസം കണ്ട് ലാലേട്ടന് സൂപ്പർ സ്റ്റാർ എന്ന പദവി പ്രേക്ഷകർ നൽകി. 1987, 88, 90കളിൽ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ തുടങ്ങിയ സിനിമകളിൽ തുടർ കോമഡി വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. അവ ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. 1987-ൽ ഇറങ്ങിയ 20ാം നൂറ്റാണ്ടിലെ നാർക്കോട്ടിക്സ് ഈസ് ഡെർട്ടി ബിസിനസ് എന്ന ഡയലോഗും അതിലെ കഥാപാത്രം സാഗർ ഏലിയാസ് ജാക്കിയെയും ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല.
1988 പ്രിയദർശൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ്റെ ചിത്രം എന്ന മൂവി ഒരു തിയേറ്ററിൽ മാത്രം 366 ദിവസങ്ങൾ പ്രദർശിപ്പിച്ചു. അങ്ങനെ മലയാള സിനിമാ ചരിത്രത്തിൽ ദീർഘകാലം പ്രദർശിപ്പിച്ച സിനിമയായി അത് കണക്കാക്കപ്പെട്ടു. 1989 കിരീടം മൂവിയിൽ സേതുമാധവൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയതിന് ദേശീയ ചലച്ചിത്ര പ്രത്യേക ജൂറി പരാമർശം അദ്ദേഹത്തിന് ലഭിച്ചു. 1990കളുടെ തുടക്കത്തിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള, നമ്പർ 20, മദ്രാസ് മെയിൽ, മിഥുനം പോലുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. അതിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള സ്വന്തം നിർമ്മാണ കമ്പനിയായ പ്രണവ് ആർട്സ് ഇന്റർനാഷണലിന്റെ കീഴിൽ മോഹൻലാൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ്. 1991 ഇറങ്ങിയ കിലുക്കം മൂവിയിൽ കോമഡി വേഷമാണ് അദ്ദേഹം ചെയ്തത്. അതിലെ അഭിനയത്തിന് മികച്ച നടനുള്ള 2ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഭരതം മൂവിക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 1992 കമലദളത്തിൽ ഭരതനാട്യ നർത്തകനായി അദ്ദേഹം വേഷമിട്ടു. 1993 ഇറങ്ങിയ ദേവാസുര എന്ന സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ സിനിമാ പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല. 1994 ഇറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ സണ്ണി ജോസഫ് എന്ന കഥാപാത്രം മംഗലശ്ശേരി നീലകണ്ഠനിൽ നിന്ന് അടിമുടി വ്യത്യാസമുള്ള കഥാപാത്രമായിരുന്നു. ഈ സിനിമ കുറച്ച് തിയേറ്ററുകളിൽ 365 ദിവസത്തിലധികം പ്രദർശിപ്പിച്ചു. 1995 സ്ഫടികം എന്ന സിനിമയിലെ ആടുതോമ എന്ന കഥാപാത്രം അഭിനയിച്ചതിന് ലാലേട്ടന് 3ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 1997 ഇറങ്ങിയ ഗുരുവിൽ രഘുരാമൻ എന്ന കഥാപാത്രത്തെയാണ് ലാലേട്ടൻ ചെയ്തത്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള നോമിനേഷനായി ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ആ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ വർഷം ആദ്യമായി ലാലേട്ടൻ തമിഴിൽ അഭിനയിക്കുകയുണ്ടായി. ആ സിനിമയുടെ പേര് മണിരത്നം എടുത്ത ഇരുവർ സിനിമയായിരുന്നു. അതിൽ MGR അഥവാ MG രാമചന്ദ്രൻ്റെ ജീവചരിത്രത്തെയാണ് അദ്ദേഹം കഥാപാത്രമായി ചെയ്തത്. ഇരുവരിനു മുമ്പും തമിഴിൽ നടൻ കാർത്തിക് നായകനായ ഗോപുരവാസല്യേ എന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു പാട്ട് സീനിൽ കാമിയോ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരുവരിന് ശേഷവും പോപ്കാൺ, ഉന്നൈപോൽ ഒരുവൻ, ജില്ല, വില്ലൻ, കാപ്പാൻ, ജയിലർ തുടങ്ങിയ തമിഴ് സിനിമകളിലും ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മൈത്രി, ലവ് തുടങ്ങിയ കന്നഡ സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു. മനമൊന്ത, ജനതാ ഗാരേജ്, ഗണ്ടീവം, കണ്ണപ്പ തുടങ്ങിയ തെലുങ്ക് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1998 ഹരികൃഷ്ണൻസ് മൂവിയിൽ ഹിന്ദു ആധിപത്യ പ്രദേശങ്ങളിൽ ലാലേട്ടൻ നായികയെ വിവാഹം കഴിക്കുന്നതായിട്ടും മുസ്ലിം ആധിപത്യ പ്രദേശങ്ങളിൽ മമ്മൂട്ടി നായികയെ വിവാഹം കഴിക്കുന്നതുമായിട്ട് 2 തരം ക്ലൈമാക്സുകളിലാണ് ആ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത്. പക്ഷെ അത് വ്യാപക വിമർശനത്തിന് വഴിയൊരുക്കി. എങ്കിലും ആ സിനിമ വാണിജ്യ വിജയമായിരുന്നു. 1999 ഇറങ്ങിയ വാനപ്രസ്ഥം എന്ന സിനിമയിലെ കുഞ്ഞിക്കുട്ടൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയതിന് ലാലേട്ടന് 4ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും 2ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡും 6ാമത്തെ ഫിലിം ഫെയർ അവാർഡും ലഭിക്കുകയുണ്ടായി. 2000 നരസിംഹം, 2001 രാവണപ്രഭു, പ്രജ, 2002 താണ്ഡവം, ഒന്നാമൻ, ചതുരംഗം തുടങ്ങിയ സിനിമകളിൽ ആക്ഷൻ ഹീറോ വേഷങ്ങളിൽ അദ്ദേഹം തിളങ്ങി. അതിൽ രാവണപ്രഭു ഒഴികെ ബാക്കിയുള്ള സിനിമകളിലെ അശ്ലീല സംഭാഷണങ്ങളും പുരുഷ മേധാവിത്വമെല്ലാം വ്യാപക വിമർശനത്തിന് വഴിയൊരുക്കി. 2002 ആദ്യമായി ലാലേട്ടൻ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു. കമ്പനി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അതിൽ വരാപ്പള്ളി ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിലെ അഭിനയത്തിന് ഇന്റർനാഷണൽ ഫിലിം അക്കാദമി അവാർഡുകളും മികച്ച സഹനടനുള്ള സ്റ്റാർ സ്ക്രീൻ അവാർഡും ലഭിച്ചു. അതിനുശേഷം 2007 ആഗ്, 2008 ഹലാ ബോൽ, 2012 തേസ് തുടങ്ങിയ ഹിന്ദി സിനിമകളിലും അഭിനയിച്ചു. തുടർച്ചയായ ആക്ഷൻ ഹീറോ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം അതൊന്ന് മാറ്റിപ്പിടിക്കാനായി 2003 ബാലേട്ടൻ, മിസ്റ്റർ ബ്രഹ്മചാരി, കിളിച്ചുണ്ടൻ മാമ്പഴം, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് തുടങ്ങിയ സിനിമകളിൽ ഹാസ്യവേഷങ്ങൾ ചെയ്തു. തുടർന്ന് 2004 നാട്ടുരാജാവ്, മാമ്പഴക്കാലം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. 2005 അദ്ദേഹത്തിൻ്റെ ഉദയനാണ് താരം, തന്മാത്ര തുടങ്ങിയ സിനിമകൾ വളരെയധികം നിരൂപക പ്രശംസ നേടി. തന്മാത്രയിലെ രമേശൻ നായർ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയതിന് മികച്ച നടനുള്ള 5ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡും 7ാമത്തെ ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 2006 ഇറങ്ങിയ കീർത്തി ചക്രയിൽ മേജർ മഹാദേവനായി മോഹൻലാൽ വേഷമിട്ടു. മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തിന്റെ സ്വാധീനം നിരവധി പേരെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചു.
ഈ സിനിമയുടെ തുടർച്ചകളായ കുരുക്ഷേത്ര, കാണ്ഡഹാർ തുടങ്ങിയ സിനിമകളിലും ലാലേട്ടൻ അഭിനയിച്ചു. 2009 ലാലേട്ടന് ഇന്ത്യൻ സർക്കാർ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ എന്ന ഓണറ്റി പദവി നൽകി. 2007 പരദേശി എന്ന സിനിമയിലെ വലിയകത്ത് മൂസ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് വീണ്ടും ലാലേട്ടൻ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹനായി. 2011 ലാലേട്ടന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന മൂവി ആഗോളതലത്തിൽ 300ഓളം സ്ക്രീനുകളിലാണ് റിലീസായത്. മലയാളത്തിൽ അക്കാലത്തെ ഏറ്റവും വലിയ റിലീസായിരുന്നു അത്. 2013 ഇറങ്ങിയ ദൃശ്യം മൂവി ബോക്സ് ഓഫീസിൽ 50 കോടി നേടിയ ആദ്യ മലയാള ചലച്ചിത്രമായിരുന്നു. എന്നാൽ 2016 പുലിമുരുകനാകട്ടെ ബോക്സ് ഓഫീസിൽ 100 കോടി നേടിയ ആദ്യ മലയാള ചിത്രമായി മാറുകയും ചെയ്തു. അങ്ങനെ ആ ക്രെഡിറ്റും ലാലേട്ടന് സ്വന്തം. 2019 ലൂസിഫർ സിനിമ ആഗോളതലത്തിൽ 128 കോടിയും 2025 എമ്പുരാൻ മൂവി ആഗോളതലത്തിൽ 325 കോടിയും തുടരും മൂവി 237 കോടിയും നേടി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ സിനിമ അഭിനയത്തെ കൂടാതെ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ പറയാം. ദേശീയ നാടകോത്സവത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ച കർണഭാരം എന്ന സംസ്കൃത നാടകത്തിൽ കർണനായി ലാലേട്ടൻ അരങ്ങേറ്റം കുറിച്ചിരുന്നു. അദ്ദേഹം ഭീഷ്മനായി വേഷമിട്ട അവസാനത്തെ നാടകമായിരുന്നു ഛായാമുഖി. സർക്കാരിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വിവിധ പദ്ധതികളുടെ ബ്രാൻഡ് അംബാസിഡറായും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2018 മുതൽ 2025 വരെയുള്ള ബിഗ് ബോസ് സീസൺ 1 മുതൽ സീസൺ 7 വരെ അതിലെ ഹോസ്റ്റായി ലാലേട്ടൻ തുടരുന്നു. 14ഓളം സിനിമകൾ ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 6ഓളം ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 2024 ഇറങ്ങിയ ബറോ സിനിമ ലാലേട്ടൻ അഭിനയിക്കുക മാത്രമല്ല സംവിധാനം കൂടി ചെയ്ത മൂവിയാണ്. ലാലേട്ടന് 3 ഗിന്നസ് റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് 3D ഫിലിം സ്ക്രീനിങ്ങിൽ പുലിമുരുകൻ സിനിമയ്ക്ക് 12,500-ലധികം പേർ പങ്കെടുത്തതിനായിരുന്നു. 2 ലാലേട്ടന്റെ ആരാധക സംഘടനയായ ലാൽ കെയേഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ബോക്സ് നിർമ്മിച്ചതിനായിരുന്നു. ഇനി 3 ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ, അതായത് 48 മണിക്കൂറും 10 മിനിറ്റോളമുള്ള 100 ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം എന്ന ഷോർട്ട് ഫിലിമിന് ലാലേട്ടൻ ശബ്ദം നൽകിയതിനായിരുന്നു. അങ്ങനെ 3 ഗിന്നസ് റെക്കോർഡുള്ള ഏക ഇന്ത്യൻ നടൻ എന്ന ആ ഒരു ക്രെഡിറ്റും ലാലേട്ടന് സ്വന്തം. ഇനി 2015 ലാലേട്ടൻ തന്റെ മാതാപിതാക്കളായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും പേരിൽ സ്ഥാപിച്ച സംഘടനയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. 2013 ദക്ഷിണ കൊറിയയിലെ തായ്ക്വോണ്ടോയിൽ ലാലേട്ടന് ഓണറ്റി ബ്ലാക്ക് ബെൽറ്റ് നൽകി ആദരിച്ചു. ആയോധന കലകളെ കുറിച്ചുള്ള അറിവ്, കായിക രംഗത്തോടുള്ള പ്രതിബദ്ധത, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ തുടങ്ങിയ കാര്യങ്ങളെ മാനിച്ചാണ് ഈ ഒരു അവാർഡ് നൽകിയത്. 1986 ഇറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട എന്ന സിനിമയിൽ ലാലേട്ടൻ ദിവാകരൻ മാഷായി അഭിനയിച്ചിരുന്നു. ഇംഗ്ലീഷ് അറിയാത്ത ദിവാകരൻ മാഷ് കുട്ടികളെ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാത്ത പ്രേക്ഷകരില്ല. ഉപ്പുമാവിന് ഇംഗ്ലീഷിൽ എന്താണെന്ന് ഒരു കുട്ടി ചോദിച്ചപ്പോൾ അതറിയാത്ത ദിവാകരൻ മാഷ് കുറേ നേരം ആലോചിച്ച് കണ്ടുപിടിച്ച ഉത്തരമാണ് സാൾട്ട് മാംഗോ ട്രീ. ഈ ഒരു പദം ഇന്നും നമ്മൾ തമാശ രൂപേണ ഉപയോഗിക്കുന്നുണ്ട്. 1988 ചിത്രം മൂവിയിൽ വിഷ്ണു എന്ന കഥാപാത്രത്തെ ലാലേട്ടൻ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ വിഷ്ണു അതിലെ പോലീസ് ഓഫീസറായ സോമൻ സാറോട് അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നാണ് ആ ഡയലോഗ്. അതിന് സോമൻ സാറ് മൗനം അവലംബിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ തന്നെ അതിന് ഉത്തരവും പറയുന്നു, ഇല്ല അല്ലേ എന്ന്. വിഷ്ണു ഇല്ല അല്ലേ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ആ ചിരിയിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ജീവിതത്തിനോടുള്ള കൊതി, അതേപോലെ അത് നടക്കില്ല എന്നുള്ള നിരാശ, സങ്കടമൊക്കെ ആ ഭാവത്തിൽ നമുക്ക് പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സോമൻ സാറോടും ആ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ പ്രിയദർശൻ സാറോടും ശ്രീനിവാസനോടും പ്രേക്ഷകർ ഒന്നടങ്കം ചോദിച്ച ചോദ്യം ഇതാണ്: വിഷ്ണുവിനെ വെറുതെ വിടാമായിരുന്നില്ലേ എന്ന്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 366 ദിവസം ഒരു തിയേറ്ററിൽ ഓടിയ ചിത്രമാണത്. അതുപോലെ 1995 ഇറങ്ങിയ നിർണയം മൂവിയിൽ ഡോക്ടർ റോയ് മാത്യൂസ് ആയിട്ട് ലാലേട്ടൻ അഭിനയിച്ചിരുന്നു. ആ സിനിമയിൽ ലാലേട്ടൻ ഓരോ ഫ്രെയിമിലും ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കും എന്ന ഫീലാണ് നമുക്ക് നൽകിയിരുന്നത്. ഒരു ഡോക്ടറായിട്ട് തന്നെ അദ്ദേഹം അതിൽ ജീവിച്ചു. ഇനി 2000-ലെ നരസിംഹത്തിലെ എന്താ മോനെ ദിനേശ, പോ മോനെ ദിനേശ എന്ന ഡയലോഗും ബാലേട്ടനിലെ അപ്പൊ എങ്ങനെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ എന്ന ഡയലോഗും സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ് എന്ന ചിത്രത്തിലെ സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ അറിയില്ല എന്ന ഡയലോഗും അക്കരെ 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 സിനിമയിലെ സാധനം കയ്യിലുണ്ടോ, സാധനം കയ്യിലുണ്ട് എന്ന ഡയലോഗും ദേവാസുരത്തിലെ എന്താ വാര്യരെ ഞാൻ നന്നാവാത്തേ, രാവണപ്രഭുവിലെ വഴി മാറട മുണ്ടക്കൽ ശേഖര എന്നീ ഡയലോഗുകളും ലൂസിഫറിലെ ഉപദേശം കൊള്ളാം വർമ്മ സാറേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, തൻ്റെ തന്തയല്ല എൻ്റെ തന്ത, അതുപോലെ കർഷകനല്ലേ മേഡം ഒന്ന് കളയെടുക്കാൻ ഇറങ്ങിയതാ പോലുള്ള ഡയലോഗുകളും ഇന്നും പ്രേക്ഷകർ പല സാഹചര്യങ്ങളിലും തമാശ രൂപേണയും സീരിയസ് ആയിട്ടും ഉപയോഗിക്കുന്ന ഡയലോഗുകളാണ്. അങ്ങനെ എത്ര ഡയലോഗുകൾ, എത്ര സിനിമകൾ. ഞാൻ ഈ വീഡിയോയിൽ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, അതേപോലെ ചില കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം സമയപരിധി മൂലമാണ്. ഇത്ര നേരം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് മതിയായി. പക്ഷേ ഇനിയും അഭിനയിച്ച് മതിയാകാത്ത ഒരു മനസ്സ് ലാലേട്ടൻ ഉണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്കായിട്ട് ദൈവം അദ്ദേഹത്തിന് നൽകിയ ഒരു കൃപയായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ആ ജൈത്രയാത്ര ഇനിയും തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.